അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 16. പൗലോസ് ദർബയിലും ലുസ്ത്രയിലും എത്തി. അവിടെ വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായ തിമോഥെയോസ് എന്നൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പിതാവ് ഒരു യവനനായിരുന്നു. ലുസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരങ്ങൾക്ക് അയാളെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. അയാൾ തന്നോടൊപ്പം പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. എന്നാൽ പിതാവ് യവനനാണെന്ന് ആ പ്രദേശങ്ങളിലുള്ള വിജാതിയർക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവരെ ഓർത്ത് പൗലോസ് അയാൾക്ക് പരിച്ഛേദന നടത്തി. അവർ പട്ടണം തോറും സഞ്ചരിച്ച് ജനങ്ങൾ പാലിച്ചു പോരേണ്ടതിന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും സഭാമുഖ്യരും ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, എണ്ണത്തിൽ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടുമിരുന്നു. അവർ ഫ്രിഗ്യ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു ആസിയയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്നും പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയിരുന്നു. മുസിയയിലെത്തി അതുവഴി ബിഥുന്യയ്ക്ക് പോകാൻ അവർ ശ്രമിച്ചു. എന്നാൽ യേശുവിൻ്റെ ആത്മാവ് അവരെ അതിനനുവദിച്ചില്ല. അതുകൊണ്ട് അവർ മൂസിയ കടന്ന് ത്രോവാസിലെത്തി. മക്കദോനിയക്കാരനായ ഒരാൾ തന്നോട് മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നതായി രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തെ തുടർന്ന് മക്കദോനിയക്കാരോട് സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അവിടേക്ക് പുറപ്പെടാൻ ഞങ്ങൾ ഉടനെ തയ്യാറായി. ത്രോവാസിൽ നിന്ന് ഞങ്ങൾ കപ്പൽ കയറി നേരിട്ട് സമോത്രക്കയിലേക്ക് യാത്ര ചെയ്തു. പിറ്റേ ദിവസം നവപോലിസിലേക്കും അവിടെ നിന്നും ഫിലിപ്പിയയിലേക്കും പോയി. അത് മക്കദോനിയയുടെ ആ ഭാഗത്തെ പ്രധാന നഗരവും റോമൻ കോളനിയും ആയിരുന്നു. ചില ദിവസങ്ങൾ ഞങ്ങൾ ഈ നഗരത്തിൽ താമസിച്ചു. നഗരകവാടത്തിന് പുറത്ത് നദീതീരത്ത് പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് തോന്നിയതിനാൽ ശബത്ത് ദിവസം ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ ഇരുന്ന് വന്നുകൂടിയ സ്ത്രീകളോട് സംസാരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തുയത്തൈര പട്ടണത്തിൽ നിന്ന് വന്ന ധൂമ്രവർണ്ണ വസ്ത്രങ്ങൾ വിൽക്കുന്ന ലുദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. അവൾ ദൈവത്തെ ആരാധിക്കുന്നവളായിരുന്നു. പൗലോസിൻ്റെ സന്ദേശം സ്വീകരിക്കാനായി കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആ സ്ത്രീ കുടുംബസമേത സ്നാനമേറ്റു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് കരുതുന്നെങ്കിൽ വന്നെൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് ഞങ്ങളോട് അവർ അപേക്ഷിച്ചു. ഒരിക്കൽ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അടിമ പെൺകുട്ടി ഞങ്ങളെ കണ്ടു. ഭാവി ഫലം പറയുന്ന ഒരാത്മാവ് അവൾക്കുണ്ടായിരുന്നു. അതിനാൽ തൻ്റെ യജമാനന്മാർക്ക് ധാരാളം ആദായം ഉണ്ടാക്കി വന്നിരുന്നു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പുറകെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, നിങ്ങളോട് രക്ഷയുടെ മാർഗം അറിയിക്കുന്നവരെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല ദിവസം ആവർത്തിച്ചു. പൗലോസിന് ഇത് വളരെ അസഹനീയമായി. തിരിഞ്ഞു നോക്കിയ ആത്മാവിനോട്, അവളെ വിട്ടു പോകാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം അത് അവളെ വിട്ടുപോയി. തങ്ങളുടെ ആദായമാർഗം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ ആ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് പട്ടണത്തിലെ ചന്തസ്ഥലത്ത് അധികാരികളുടെ മുമ്പിൽ ഹാജരാക്കി. അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു: ഈ മനുഷ്യർ വിജാതീയരാണ്. റോമക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുസരിക്കാനോ നിവൃത്തിയില്ലാത്ത ആചാരങ്ങൾ ഇവർ പ്രസംഗിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി. പുറം വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ വടികൊണ്ടടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവരെ വളരെയധികം അടിച്ച ശേഷം തടവറയിൽ അടച്ചു. ജാഗ്രതയോടെ അവരെ സൂക്ഷിക്കാൻ ജയിലധികാരിക്ക് നിർദ്ദേശവും കൊടുത്തു. അതനുസരിച്ച് അവരുടെ കാൽ ആമത്തിലിട്ട് അവരെ തടവറയുടെ ഉൾമുറിയിൽ അടച്ചു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. മറ്റു തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശക്തമായൊരു ഭൂകമ്പമുണ്ടായി. തടവറയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ജയിലധികാരി ഉണർന്നപ്പോൾ ജയിൽ വാതിലുകളെല്ലാം തുറന്ന് കിടക്കുന്നത് കണ്ടു. തടവുകാർ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അയാൾ വാൾ ഊരി തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു. എന്നാൽ പൗലോസ്, താങ്കൾ സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അയാൾ വിളക്കുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട് അകത്തേക്ക് ഓടിച്ചെന്ന് വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പാകെ വീണു. അനന്തരം അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട്, യജമാനന്മാരെ, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും, നീയും നിൻ്റെ കുടുംബവും തന്നെ എന്ന് അവർ പറഞ്ഞു.
പിന്നീട് അവർ അയാളോടും അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ ആ മണിക്കൂറിൽ തന്നെ അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും വേഗത്തിൽ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിക്കാൻ ഇടയായതുമൂലം ആ ഭവനത്തിലുള്ള എല്ലാവരും ഒന്നടങ്കം ആനന്ദിച്ചു. നേരം പുലർന്നപ്പോൾ ന്യായാധിപന്മാർ പടയാളികളെ അയച്ച് പൗലോസിനെയും ശീലാസിനെയും വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. തടവറയുടെ അധികാരി ഈ വാക്ക് പൗലോസിനോട് അറിയിച്ചു. നിങ്ങളെ വിട്ടയക്കാൻ ന്യായാധിപന്മാർ ആളയച്ചിരിക്കുന്നു, ആകയാൽ സമാധാനത്തോടെ പോകുവിൻ എന്ന് പറഞ്ഞു. പൗലോസ് അവരോട്, റോമ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്തരിക്കാതെ പരസ്യമായി അടിക്കുകയും തടവിലാക്കുകയും ചെയ്തു. ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ വിട്ടയക്കാനാണോ ഭാവം? അത് പാടില്ല. ന്യായാധിപന്മാർ തന്നെ വന്ന് ഞങ്ങളെ വിട്ടയക്കട്ടെ എന്ന് പറഞ്ഞു. പടയാളികൾ മടങ്ങിച്ചെന്ന് വിവരമറിയിച്ചു. അവർ റോമ പൗരന്മാരാണെന്ന് അറിഞ്ഞപ്പോൾ ന്യായാധിപന്മാർ ഭയപ്പെട്ടു. അവർ വന്ന് അവരെ തടപ്പറയ്ക്ക് പുറത്തേക്ക് ആനയിച്ചുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞു നഗരം വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. അവർ തടവറയിൽ നിന്നും ലുദിയായുടെ ഭവനത്തിലേക്ക് പോയി. അവിടെ സഹോദരങ്ങളെ കണ്ട് അവരെ ധൈര്യപ്പെടുത്തിയ ശേഷം യാത്ര പുറപ്പെട്ടു.